കർമ്മയുണ്ട് മക്കളെ, കർമ്മയുണ്ട്. നിങ്ങൾ എത്രത്തോളം സത്യം മൂടി മറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ദിവസം സത്യം അതിൻ്റെ മറ നീക്കി പുറത്തു വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര PR വെച്ച് വെളുപ്പിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എത്ര വെള്ള പൂശിയാലും, എത്ര PR ചാനലുകൾ ഒന്നിച്ചു കൂടിയാലും ജനങ്ങളുടെ മുന്നിലേക്ക് സത്യം, അതെ ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് തന്നെ ആര് പറഞ്ഞു ഈ സീസൺ ഒരു പരാജയമാണ് എന്ന്? ഇത്രയും നല്ലൊരു സീസൺ ഇതേവരെ ഒരു എല്ലാ കണ്ടസ്റ്റൻറ്റും അതിൻ്റേതായ ഔട്ടായ കണ്ടസ്റ്റൻസ് വരെ വളരെ നല്ല ഗെയിമേഴ്സ് ആയിട്ടുള്ള വേറെ ഏതൊരു സീസണുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യണേ. എല്ലാവരും അതൊന്ന് കാണണം. ഏഷ്യാനെറ്റിന്റെ പുതിയ പ്രമോയാണ്. പോയിരിക്കുന്നതും അപ്പനെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂ. നിന്നോളച്ചി ഞാൻ ഇമാതിരി ചേറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ കൈ വെച്ചിട്ട് എന്നോട് ഇറങ്ങി പോകുന്നത്. നിന്റെ കഴിവ് കൊണ്ടല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് പൈസ എണ്ണിക്കൊടുത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്? അതെ, ഒരാൾ വയ്യാണ്ടിരിക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയേണ്ടത് എന്ന ഫേമസ് ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മുഖത്ത് ഒരു അടി കൊടുത്തിട്ട്. അത് തന്നെയാണ് വിൻസ് ഇവിടെ പറഞ്ഞത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇമാതിരി ചെറ്റ വർത്താനോ നീ പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്ന ഒരു അടി വന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയാനെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഒട്ടും ഹേറ്റഡ് പ്രചരിപ്പിക്കാനല്ല, പക്ഷേ സത്യസന്ധമായ കാര്യമാണ്. എത്ര PR വെളുപ്പിക്കാൻ നോക്കിയാലും, എത്ര ചാനലുകളിരുന്ന് വെള്ളപൂശാൻ നോക്കിക്കഴിഞ്ഞാലും സത്യം മറന്നേക്ക് പുറത്തു വരും. അതായത് വന്നിരിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിരിക്കുന്നു. ഇവിടെ അനീഷിൻ്റെ കയ്യും കാലും കടാശം കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അനീഷല്ലേ പുറകെ പോയത്. പലതരത്തിലുള്ള അവിടെ നമ്മൾ കണ്ടതും കാണാത്തതും ഒത്തിരി കാര്യങ്ങളുണ്ട്. തമാശയ്ക്കായിരിക്കാം, പക്ഷേ അവിടെ ഒരു മനുഷ്യൻ്റെ ഹൃദയവും വികാരങ്ങളും വെച്ചിട്ടാണ് അവിടെ അനുമോള് കളിച്ചത്. ഇവിടെ എല്ലാവരോടും കൂട്ടം കൂടിച്ചേർന്നിട്ട് ആക്രമിക്കുകയല്ല, എല്ലാവരോടും കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അനുമോളെ നീ ചെയ്തത് തെറ്റാണ്, ഇനിയെങ്കിലും ഒരു സോറി പറ, തെറ്റാണെന്ന് പറ. ഇല്ല, ന്യായീകരിച്ച് മെഴുകുകയാണ്. എത്രയേറെ തെറ്റുകൾ ചെയ്താലും, എത്രയേറെ ഹൃദയങ്ങൾ പിച്ച് ചീന്തിയാലും തകർത്താലും വേണ്ടില്ല, ജീവിതങ്ങൾ തകർന്നാലും വേണ്ടില്ല, എനിക്ക് വിജയിക്കണം. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ്. എന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം തകർന്നേ, എൻ്റെ വീട് ഞാൻ വലുതാക്കിയേ, എൻ്റെ കുടുംബം നോക്കുന്നത് ഞാനാണ്. ബാക്കിയുള്ളവരുടെ ജീവിതം യാതൊരു വിലയില്ലേ? ബാക്കിയുള്ളവരുടെ ജീവിതത്തിന് യാതൊരു വിലയുമില്ലേ? ഇതാണ് ഇവിടെ ഓരോരുത്തരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പ്രാവശ്യം നമ്മുടെ അനീഷിനെ വിജയിപ്പിക്കണം. ഇത്ര നല്ലൊരു സീസൺ, വ്യക്തികളെ സോഷ്യൽ എക്സ്പീരിമെൻ്റ് ആണ് ബിഗ് ബോസ് എങ്കിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ആണ് യഥാർത്ഥ സോഷ്യൽ എക്സ്പീരിമെൻറ്റ്. വണ്ടർഫുൾ, വെൽ ഡൺ ബിഗ് ബോസ്. വളരെ നന്നായിട്ട് തുടക്കം മുതൽ അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അനീഷിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. സത്യത്തിൻ്റെ കൂടെ, മറ്റുള്ളവരുടെ വൃത്തികേട് പറയാത്തവരുടെ കൂടെ, ഉള്ളിലുള്ളത് തുറന്നു കാണിക്കുന്ന ആളിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അനീഷിനെ തന്നെ വോട്ട് ചെയ്യുക. സോ വോട്ട് ഫോർ അനീഷ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈ ബട്ടണും അമർത്തണം കേട്ടോ. താങ്ക് യു.